എല്ലാവർക്കും നമസ്കാരം. ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒതുക്കി ഒതുക്കി വരുവാണ് രേണുസുതി ആൾക്കാർ അല്ലേ. പക്ഷേ ഞാൻ ഒതുങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേണു പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു പുതിയ വീഡിയോ ഒക്കെ പുറത്തു വന്നു. ഞാൻ വീഡിയോകളൊന്നും വെക്കുന്നില്ല, കാര്യം ഓൾറെഡി നിങ്ങൾ ആ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കൂടി വെച്ചിട്ട് വെറുതെ വെറുപ്പിക്കുന്നില്ല. പക്ഷേ ഈ വിഷയം അഡ്രസ്സ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. രേണു കുറച്ച് ദിവസം മുൻപ് സംസാരിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു, രേണുവിൻ്റെ പരിപ്പോടെക്കുറിച്ച്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ പരിപ്പുവടയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് വലിയൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം തന്നെ അതേ മീഡിയക്കാരൻ, കാരണം സെയിം വോയിസാണ് ഞാൻ കേൾക്കുന്നത്, അതേ മീഡിയക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാര്യം വലിയ വിവാദമായല്ലോ, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഏത് സെലിബ്രിറ്റിയുടെ അടുത്താണ്, ഏത് മീഡിയക്കാരനാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇമാതിരി കോപ്പിലെ ചോദ്യം ചോദിക്കാൻ ഫ്രീഡം കൊടുക്കുന്നത്? നിങ്ങൾ എനിക്കത് പറഞ്ഞു തരുമോ? നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും സെലിബ്രിറ്റി, രേണു പറയുന്നത് ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും സെലിബ്രിറ്റി ഇമാതിരി ചോദ്യങ്ങൾ അത്രയും ഫ്രീഡത്തോടെ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രേണുവിനോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ. മുൻപൊരിക്കൽ ഒരു വീഡിയോ കണ്ടു, രാവിലെ 4 മണിക്ക് രേണുസുതി വർക്കിന് പോകാൻ തയ്യാറാവുന്നു. അത് വീഡിയോ ഷൂട്ട് ചെയ്യാണ് രേണുവിൻ്റെ ബെഡ്റൂമിൽ. അപ്പോൾ ഈ ചാനലുകാരൻ ശരിക്കും രേണുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് രാവിലെ 4 മണിക്ക്. ഇങ്ങനെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് മീഡിയയ്ക്ക് കൊടുത്ത് അത് പബ്ലിക്കിലേക്ക് ഇട്ട് ആൾക്കാരെ വെറുപ്പ് മേടിക്കാൻ രേണുവിനെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളൂ. വെറുപ്പിച്ച് 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 പണ്ടാറടക്കി കഴിഞ്ഞു. ശരിക്കും ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ, ആ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സ്ത്രീകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. രേണുവിൻ്റെ ചെയ്തികൾ കണ്ടിട്ട് മടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന കുറേയധികം സ്ത്രീകൾ, പല ആൾക്കാരും രേണുവിൻ്റെ സപ്പോർട്ടേഴ്സ് കുറേ പേര് വന്ന് ചോദിക്കേണ്ടത്, രേണു ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ, ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ, നിങ്ങളൊക്കെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഇവരെ എതിർത്ത് സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, ഇവരുടെ ഈ പറയുന്ന തോന്നിയവാസം ബൈറ്റ് കൊടുക്കുന്നത്, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അതെല്ലാം തന്നെ കണ്ട് 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 ആൾക്കാർ മടുത്തു. ഒരു ദിവസം സുധീര ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറയുന്നു, ഇതെൻ്റെ ഭർത്താവാണ്, എനിക്ക് എൻ്റെ സ്വന്തമാണ്, എൻ്റെ ജീവനാണെന്ന് പറയുന്നു. അടുത്ത ദിവസം വന്ന് സ്റ്റോറി ഇടുന്നു, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇടുന്നു. അടുത്ത ദിവസം വേറൊരു സ്റ്റോറി ഇടുന്നു, ഒരു ദിവസം ഞാൻ അങ്ങ് പോവും, ആരോട് യാത്ര പറയാതെ, ഒരു തരം സെൻറ്റിമെൻ്റൽ അപ്രോച്ച്. ഇങ്ങനെ ഓരോ ദിവസവും പുതിയ 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 വിഷയങ്ങൾ രേണു പബ്ലിക്കിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയധികം ആൾക്കാരാണ് തെറി പറയുന്നത്, വെറുക്കുന്നത്. ഞാനിവിടെ ഒരു ഓഡിയോ കേൾപ്പിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റാണ്. ഓരോ സ്ത്രീകളും, മാന്യമായിട്ട് ജീവിക്കുന്ന ഓരോ സ്ത്രീകളും പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഈ രേണുസുതിയുടെ കാര്യം തന്നെയാണ് നമ്മൾ മടുത്തു പോകണം ഈ സ്ത്രീനെ കൊണ്ട്. ഇവര് ഈ സമൂഹത്തിൽ എന്താ കാണിച്ചു കൂട്ടണേന്ന് നമുക്ക് തന്നെ തലയ്ക്ക് വട്ടുപിടിക്കുന്നത്. ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ കുറെ ഓൺലൈൻ മീഡിയയും കുറച്ച് ആൾക്കാർ. ഇവർക്കൊരു കൾച്ചർ ഇല്ലാത്ത സ്ത്രീയാണ്. ഒരു സൊസൈറ്റിയിൽ എന്താ പറയണത്, എന്താ പ്രവർത്തിക്കണമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവർക്കെന്തോ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി സ്ത്രീക്ക്. ഇവര് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള വലിയ അഴിഞ്ഞാട്ടാണ്. ഒരു വിധവ എന്ന് പറഞ്ഞ് കിടന്ന് കാണിക്കുന്ന കാട്ടായം ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. ഒരുപാട് വിധവകളുണ്ട് ഈ ലോകത്ത്. കൂലിപ്പണിക്ക് പോയിട്ടും മറ്റുള്ളവരുടെ വീട്ടിൽ പണിക്ക് പോയിട്ടും തൊഴിലുറപ്പിന് പോയിട്ടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒന്ന് തൊഴേണ്ടത്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ വിഷമങ്ങളെ അതിജീവിച്ച് അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. എന്നിട്ട് ഇവരെ പൊക്കി പിടിച്ചു നടക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇവരാണ് ഭയങ്കര നെഗറ്റീവിൽ നിന്ന് വന്ന ആള്, ഇവർ നെഗറ്റീവ് കമന്റിനെയൊക്കെ അതിജീവിച്ച് വന്ന സ്ത്രീയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്ത് കാര്യത്തിന് ഈ സ്ത്രീനെ എല്ലാവരും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം എന്നാണ്. ഇവർ വിധവകൾക്കെന്നല്ല, സ്ത്രീകൾക്ക് തന്നെ ഇവർ അപമാനമാണ് ഈ രേണുസുതി. ഇവരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇവർ ചെലവിന് തരാൻ. ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കൈക്കോ കാലിനോ എന്തെങ്കിലും അംഗവൈകല്യമുണ്ടോ? ഇല്ല. ബുദ്ധിക്ക് കുഴപ്പമുണ്ട്, അതിപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്നുള്ളത്. കൈയും കാലില്ലാത്ത മനുഷ്യർക്ക്, ഞാനൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ ഓരോരുത്തർ ടിക്കറ്റ് കൊണ്ട് നടക്കണം കാണണം, ലോട്ടറി ടിക്കറ്റും അല്ലാത്ത സാധനങ്ങൾ കൊണ്ട്. അവർക്കൊന്നും കയ്യോ ഒരു കാലം ഒന്നുമില്ല, എന്നാലും അവർ അതിനെ അതിജീവിച്ച് ജീവിക്കുന്ന. അതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ദൈവമേ ഈ മനുഷ്യന്റെ അവസ്ഥ, അവർക്ക് ഇന്നും ദൈവം കൂടെ ഉണ്ടാവും. അതൊന്നും ഈ രേണുസുതിക്ക് നല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് ഇങ്ങനെ അഴിഞ്ഞാടണം. എപ്പോൾ നോക്കിയാലും ആണുങ്ങളുടെ കൂടെ കിടന്ന് അഴിഞ്ഞാടുവാണ്. എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സൂചിച്ചേട്ടൻ, ആ മരിച്ചുപോയ കലാകാരന്റെ പേര് വരെ ഇവർ കളഞ്ഞു. അയാൾ മരിച്ചു പോയിട്ട് അയാളെ പറ്റി ഒരാൾ പോലും ഇപ്പൊ നല്ലത് പറയുന്നില്ല. സത്യം പറഞ്ഞ കഷ്ടമുണ്ട്. അയാളുടെ ഒരു മോനുണ്ട്, അത് അതിലും വലിയ വൃത്തികെട്ട ഒരു സാധനം. അവന് കുറെ കാശ് മതി, അച്ഛന്റെ പേര് നശിപ്പിച്ചാണ് അവന് കാശ് കൊണ്ടേ കൊടുക്കണമെന്ന്, ഈ പുള്ളിക്കാരി കാശ് കൊണ്ടേ കൊടുക്കണമെന്ന് അവന് തിരിച്ചറിവുണ്ടായിട്ട് അവനത് കാണാത്ത മാതിരി അഭിനയിക്കുകയാണ്. അവന്റെ അച്ഛന്റെ പേര് സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി പെണ്ണുപിടി എന്നുള്ള ലേബലിലാക്കി വെച്ചവര്. സുധിയുടെ വീട്ടുകാർ പോലും നിയന്ത്രിക്കുന്നില്ലല്ലോ, അവർക്കെല്ലാം കാശ് മതിയായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ 2 കുട്ടീനെ കൊടുത്തിരുന്ന നല്ലൊരു ആണുങ്ങളില്ലാത്തതുകൊണ്ട് ഇവർക്ക്
ഇവരുടെ കൂടെ നടക്കുന്നതെല്ലാം ചുമ്മാ ചുമ്മാ മൊണ്ണകളാണ്, മൊണ്ണകൾ. എന്ത് അഹങ്കാരമാണ് ഈ സ്ത്രീക്ക്. സഹായിച്ചവരെല്ലാം ഈ സ്ത്രീ അങ്ങും ഇരുന്ന് കുറ്റം പറയുന്നു, അവർക്കെതിരെ ഇരുന്ന് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നു. എന്നിട്ടും ഇവരെയൊക്കെ ഇനോഗ്രേഷൻ വിളിച്ചെടുക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ആ കടയൊന്നും ഞങ്ങളും മനുഷ്യപ്പറ്റുള്ള ഒരാളും പോകത്തില്ല. കാരണം ഇവളിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്ത് വിടുന്ന കടയിൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? ഒരു വൈദികനെ ഇവളെ അപമാനിച്ചു, എന്നിട്ട് ഇവിടെ അമ്പലത്തിലേക്കൊക്കെ വിളിക്കും ഓരോരുത്തർ ഇനോഗ്രേഷൻ. എന്ത് കാര്യത്തിന്? ഇവൾ എന്ത് നന്മയാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ശരിക്കും ഇവർ ചോദിച്ച ചോദ്യങ്ങൾ റെലവൻ്റ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബിഷപ്പിനെ ഇൻസൾട്ട് ചെയ്ത കാര്യം വിട്ടേക്കും, കാര്യം അതൊക്കെ കേസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അതൊന്നും ഇനി വലിച്ചിടേണ്ട കാര്യമില്ല. പക്ഷേ അതല്ലാതെ തന്നെ എന്ത് മെസ്സേജാണ് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ പേര് ഇത്രമാത്രം സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക അധിക്ഷേപിക്കപ്പെടുത്തിയത് രേണു തന്നെയല്ലേ? ഇത്രയും അനാവശ്യമായിട്ട് സുധിയുടെ പേര് വലിച്ചടിച്ചത് ഇവർ തന്നെയല്ലേ? അപ്പോൾ പറയുമ്പോൾ എന്താണ്, എൻ്റെ ഭർത്താവിൻ്റെ പേരല്ലേ? രേണുവിൻ്റെ ഭർത്താവിൻ്റെ പേരാണ്, പക്ഷേ ആ പേര് സുപ്രസിദ്ധിയല്ല രേണു ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്, കുപ്രസിദ്ധിയാണ്. ഏത് ഭാര്യയ്ക്ക് അതിന് സാധിക്കും? സ്വന്തം ഭർത്താവിൻ്റെ പേരില്ലാണ്ടായാലും കുഴപ്പമില്ല, ലൈംലൈറ്റ് നിന്നാൽ മതി എന്നാണ് രേണുവിൻ്റെ ഒരു ന്യായം. കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു, എൻ്റെ വളർച്ച കണ്ട് അസൂയ തോന്നിയിട്ടാണ് ആൾക്കാർ എനിക്കെതിരെ സംസാരിക്കുന്നതെന്ന്. എന്ത് വളർച്ചയാടോ? ഇതാണോ വളർച്ച? രേണുവിനെ സംബന്ധിച്ച് രേണുവിന് കുപ്രസിദ്ധി ആയിക്കോട്ടെ സുപ്രസിദ്ധി ആയിക്കോട്ടെ എല്ലാം പ്രസിദ്ധിയാണല്ലോ, രണ്ടിലും പ്രായം ഉണ്ടല്ലോ അല്ലേ? എന്ത് കണ്ടിട്ട് അസൂയപ്പെടാനാണ്? മനസ്സിലാവുന്നില്ല. ബാക്കിയൊക്കെ ഇനി ഒരു 3-4 പീസും കൂടെ ഉണ്ട് ഓഡിയോ, കേട്ടോ. ഇനി ഇവള് പറയുന്നത് എപ്പോഴും ഒരു കാര്യമാണ്, ഇവർക്ക് ചെലവിന് ഇവിടെ വീട്ടിലിരിക്കും, ഇവർക്ക് ചെലവിന് കൊണ്ടേ കൊടുക്കും, ഇവരുടെ മക്കളുടെ കാര്യം നോക്കുന്നു. ഇവള് ഇപ്പം മക്കളുടെ കാര്യം നോക്കുന്നുണ്ട്, അഴിഞ്ഞാടുമല്ല ചെയ്യുന്നത്. ഒരു ആൽബം എടുത്താന്ന് പറഞ്ഞ് എന്തോരം ആൽബങ്ങളുണ്ട്, 2000-ലൊക്കെ ഇറങ്ങി എന്തോരം ആൽബങ്ങൾ ഇപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. ഇവരുടെ ആൽബം മാത്രം ആരും കേൾക്കാനും പോലെ കാണാനും പോലെ, കാരണം അതിനകത്ത് വേണ്ടി അഴിഞ്ഞാട്ട ചുമ്മാ ഏപ്പടം കാണുന്ന പോലെ. പിള്ളേരുടെ കയ്യിൽ ഫോൺ പോലും കൊടുക്കാൻ പറ്റില്ല, അതും നമുക്ക് ഫോൺ തുറക്കാൻ വലിയവർക്കും തുറക്കാൻ പറ്റും. ഇവളാണ് എല്ലാ ദിവസവും ഇവിടെ ഒരു വീഡിയോ കാണും, നോട്ട് ലിസ്റ്റ് അടിച്ച് മടുത്ത് എന്നാലും വന്നോണ്ടിരിക്കും ഇവിടെ വീഡിയോസ്. എന്ത് കഷ്ടമാണ് ഈ സ്ത്രീ, എന്താ ഈ സൊസൈറ്റിയിൽ കാണിച്ചു കൊടുക്കണമെന്ന് അറിയോ? മറ്റുള്ളവർക്ക് എന്ത് ഭ്രാന്തെന്ന് അറിയാം. ഫോൺ നമ്മുടെ സ്വന്തം ഇപ്പോൾ എറിഞ്ഞു പിടിച്ച് കളയായിരുന്നു. ഇവർ പറഞ്ഞൊരു കാര്യം, ഇവർ വീട്ടിലിരിക്കുക, അവരുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നു. മൂത്ത മോന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഫ്ലവേഴ്സാണ്. ഇവർക്ക് അതിന് പണം ചെലവാക്കണ്ട, പഠിപ്പും കാര്യങ്ങളെല്ലാം അതാ നോക്കുന്നത്. പിന്നെ ഉള്ള ഇളയ മോന, ഇവർക്ക് റേഷൻ കടയിൽ അരി കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഇവർ സാധാരണ ഒരു ജോലിക്ക് പോയി ഇവർക്ക് ആ പൈസ കൊണ്ട് ഇളയ കുഞ്ഞിനെ നോക്കാൻ പാടില്ല. ഇവർക്ക് എന്തോരം ജോലി ഓഫർ വന്ന സുധി മരിച്ചപ്പോൾ ഇവർ പോകത്തില്ലല്ലോ, ഇവർക്ക് അറിയില്ലെന്ന്. എന്നിട്ടിപ്പോൾ ഇവൾ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന ഫീൽഡ് ഇവർക്ക് അറിയാവുന്ന ഫീൽഡാണോ? അഭിനയം എന്ന് പറഞ്ഞ് ഗോഷ്ടി കാണിക്കുക, ചുമ്മാ ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട്. ഇതൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ പറഞ്ഞു പോവാ, ചുമ്മാ ആണുങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് അഭിനയിക്കുന്നത്. എന്നിട്ട് ഇത് ഓൺലൈൻ പിന്നെ നമ്മൾ പബ്ലിക്കിൽ കൊണ്ടുവരുന്നത് നമ്മൾ കാണാൻ വേണ്ടിയില്ല. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കുറേ പാവാടവള്ളികളൊന്നും നമ്മുടെ അമ്മയ്ക്കും അപ്പനും നമ്മുടെ ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യമാർക്കും ഒക്കെ വിളിച്ചോണ്ടിരിക്കും, പെങ്ങന്മാരെ വരെ പറയും. അപ്പൊ ഇവള് കാണിക്കുന്ന എല്ലാ കോളത്തരങ്ങളും നമ്മൾ കണ്ടോണ്ടിരിക്കാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുന്നത് എപ്പോൾ നോക്കിയാലും ആണുങ്ങളുടെ കയ്യിൽ കയറിയ തൂങ്ങി നടക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ വൃദ്ധപ്പാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് റീച്ച് പറഞ്ഞ് ഇവരുടെ എല്ലാ മിസ്റ്റേക്കും ആൾക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഫ്രണ്ട് ഇറക്കും. അതിനാണെങ്കിൽ കുളിപ്പിക്കും ഒന്നുമില്ല, ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ അതിനെ കൊണ്ട് നടക്കും. ഇവളീ ആണെങ്കിൽ ഒരുങ്ങി മാലയും വളയിട്ട് നടക്കുന്നുണ്ട്. ആ കൊച്ചിന്റെ കഴുത്ത് ഒരു സ്വർണ്ണമാല ഉണ്ടോ? ഇവർക്ക് സ്വർണ്ണമാല അതും ഇതും മേക്കപ്പ് ചെയ്യാനും പല്ല് ശരിയാക്കാനും എല്ലാ ലക്ഷങ്ങൾ കളയുന്നത്. അതിന്റെ കഴുത്ത് ഒരു മാല ഇട്ട് കൊടുക്കും, അല്ല വേണ്ട അതിനൊരു വൃത്തിയുള്ള ചെരുപ്പ്, ഒരു വൃത്തിയുള്ള തുണി, അതിനൊന്ന് കുളിച്ച് കൂടെ കൊണ്ടേ നടത്തും. ഒന്നുമില്ല, ചുമ്മാ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വന്നപ്പോൾ കാണാതിരിക്കാൻ പറ്റില്ല, വന്നപ്പോൾ ഒന്ന് കണ്ടുപോട്ടെ ജസ്റ്റ്. അതിനകത്ത് ആ മുടിയുള്ള ചെറുക്കനുണ്ടല്ലോ ഇപ്പൊ അഭിനയിക്കാൻ കൂടില്ല, അവൻ വന്നു എനിക്ക് ഋതപ്പൻ അടുത്ത് വെക്കുക, ഋതപ്പനൊക്കെ ആരും മൈൻഡ് ചെയ്യണം, അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്റെ വീട്ടിലേക്ക് ആര് വന്നാലും കെട്ടിപ്പിടുത്ത ഉറപ്പാണ്. ആ കൊച്ചവിടെ കണ്ടുകൊണ്ട് ചുമ്മാ നിൽക്കുക, ആ കൊച്ചിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല, അതിനൊരു വൃത്തിയില്ലാത്ത രീതിയിൽ ഒതുക്കി നിർത്തും. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ കൊണ്ട് പറയും പിന്നെ നിങ്ങളാണോ ആ കൊച്ചിനെ ഇതാക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എല്ലാം എന്ന് പറയും. പക്ഷേ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, ഇവളെക്കാളും തരം താന്ന കൾച്ചറില്ലാത്ത ആൾക്കാരാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ രേണുവിനെ പോലെ ചിന്തിക്കുന്ന, എങ്ങനെയെങ്കിലുമൊക്കെ സൊസൈറ്റിയിൽ പേരെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരു ബിന്ദു, ഞാൻ പേര് വീണ്ടും പറയാം, ഒരു ബിന്ദു, ഒരു നിഖിൽ, ഒരു കാർത്തിക്, ഒരു കോമളം, ഇങ്ങനെയുള്ള ആൾക്കാർ ഇവർ വന്നിട്ട് പറയുന്ന കമൻറ്റുകൾ കാണാം. രേണു അതിന് എന്ത് തെറ്റ് ചെയ്തു? രേണു എന്താ ചെയ്യുന്നത്? നിനക്കൊന്നും വേറെ പണിയില്ലേ? വേറെ വല്ല പണിക്ക് പോടാ. ബിന്ദുവൊക്കെ പിന്നെ ഓടി നടക്കുകയാണ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. മാസമാണോ ദിവസമാണോ കൂലി എന്ന് അറിയത്തില്ല. കോമളം പിന്നെ ഫേസ്ബുക്കിലേ കാണത്തുള്ളൂ. ഒരു 10-65 വയസ്സുള്ളൊരു അമ്മ, ഒരു പ്രായമുള്ളൊരു അമ്മയാണ്. പക്ഷെ അവരുടെ നാവിന്ന് വരുന്ന വാക്കുകൾ കേൾക്കണം. എൻ്റെ പൊന്നോ, തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി തെറി മറ്റേ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന് പോലും കേൾക്കാൻ പറ്റില്ല. അമ്മാതിരി തെറിയാണ് കോമളം പറയുന്നത്. ബിന്ദുവിനെ തെറി പറയത്തില്ല, നമ്മുടെയൊക്കെ മറ്റേ അപ്പനൊക്കെ വിളിക്കത്തുള്ളൂ, തെറി പറയില്ല, അപ്പനും അമ്മയ്ക്ക് വിളിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, രേണുവിൻ്റെ അതേ കൾച്ചറുള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് വേണ്ടി കമൻറ്റ് ബോക്സ് മുഴുവൻ മെഴുകി നടക്കുന്നത്. ഒരുത്തനുണ്ട് നിഖിൽ, രേണുവിൻ്റെ വിഷയം ഇട്ടാൽ മാത്രം ഓടി വന്നിട്ട് തൊലിക്കുന്ന ഒരുത്തനുണ്ട്. എന്നാൽ വേറെ എന്ത് ടോപ്പിക് ഇട്ടാലും അവൻ്റെ പൊടി പോലും ആ ഏരിയ കാണില്ല. അപ്പം കാശ് കൊടുത്ത് രേണു രണ്ടുപേരും നിർത്തിയിട്ടുണ്ട്. അത് ഈ കാർത്തിക്കും നിഖിലുമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ബിന്ദുവിനൊക്കെ എന്താണ് കൊടുത്തിട്ടുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ആത്മാർത്ഥതയാണ് രേണുവിന് വേണ്ടി സംസാരിക്കാൻ.
അപ്പോൾ കാശാണോ അതിന് വേറെ വല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഈ വോയിസ് ഒന്ന് പ്ലേ ചെയ്യണം. കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെന്നല്ല, എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സ്ത്രീനെ കൊണ്ട്. നല്ല കാര്യമാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, നമ്മൾ അവർക്ക് ലൈക്കും കൊടുക്കും. പക്ഷേ ഇത് വരുന്നത് കംപ്ലീറ്റ് മോശം. ഇവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണ് ഇവർക്ക് നെഗറ്റീവായിട്ട് വരുന്നത്. ഈ സ്ത്രീ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരിപ്പോൾ സുചേട്ടൻ മരിച്ചു, ഇവർ വെള്ളസാരി എടുത്തിരിക്കാൻ ആരും പറയുന്നില്ല. ഇവർക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അഭിനയിക്കാനല്ല, എന്നാലും ഇവർ അഭിനയിച്ചോട്ടെ, നമ്മൾ പറയുന്നില്ല. പക്ഷേ ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്താണ് ഇവരുടെ അഭിനയം കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വരുന്നതല്ല അഭിനയമല്ല, അഴിഞ്ഞാട്ടമാണ്. നല്ല അടി കിട്ടാത്തതിന്റെ അഴിഞ്ഞാട്ടാണ് ഇവർക്ക് അസുഖം വേറെയാണ്. അതൊന്നുമില്ലെങ്കിൽ ഇവർക്ക് തീർന്നെങ്കിൽ ഒരു കല്യാണം കഴിക്കണം. പക്ഷെ ഇവർ കഴിക്കത്തില്ല. കാരണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ കല്യാണം കഴിച്ച ആളുടെ കൂടെ ഇരിക്കേണ്ടി വരും. ഇതുപോലെ കുഴ മറന്ന് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ ഇപ്പോഴും കഴിക്കില്ല. ഇനിയിപ്പോൾ ഇൻഷുറൻസ് തുക കിട്ടിയിട്ടേ കഴിക്കുള്ളൂ, എന്തും ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ഫോൺ നമുക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സ്ത്രീനെ കൊണ്ട്. ഒരു എന്താ പറയുക, ഇവർ ഒരു ഇനോഗ്രേഷന് പോയാലും എവിടെ പോയാലും ഇവർ കിടന്ന് പറയുന്ന വെറും കൾച്ചറില്ലാത്ത വർത്തമാനങ്ങളാണ് ഇവർ സൊസൈറ്റിയിൽ പറയുന്നത്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ നമ്മളെ അങ്ങനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഇവർ PR വെച്ചുകൊണ്ട് നമ്മൾ ഒരു കമന്റ് ഇട്ട് ഇവരുടെ ഒരു വീഡിയോയ്ക്ക് ഇടയിൽ നമ്മൾ ദേഷ്യം വന്നിട്ടാണ് കമന്റ് ഇടുന്നത്. കാരണം എപ്പോൾ തുറന്നാലും നമുക്ക് കാണുന്നത് ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കമന്റ് ഇടും. അപ്പോൾ ഇവരുടെ PR വന്നിട്ട് നമ്മൾ അമ്മയ്ക്ക് ഒപ്പനം വിളിക്കും. അതായത് ഇവളുടെ അതേ സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മളെ വന്ന് തെറി പറയുന്നത്. കാരണം നമ്മൾ കാര്യങ്ങളാണ് അങ്ങോട്ട് പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ ഇരിക്കുന്ന ആരെയും പറയാറില്ല, അല്ലെങ്കിൽ ഞാൻ നല്ല ഈ സൊസൈറ്റിയിലുള്ള ഒരാൾ, മര്യാദയുള്ള ഒരാൾ അവരുടെ വീട്ടിൽ ഇരിക്കുന്ന ആളെ പറയത്തില്ല, ആരെയും പറയത്തില്ല. ഇവളുടെ തെറ്റുകളാണ് നമ്മൾ കമന്റിലൂടെ കൊടുക്കുന്നത് സൈഡ് ഇടുമ്പോൾ. പക്ഷെ ഇവരുടെ കൾച്ചറുള്ളവർ വന്നിട്ട് നമ്മളെ അമ്മയ്ക്കും അപ്പനും നമ്മുടെ കുടുംബത്തിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് വിളിക്കുന്നത്. അതാണ് കോമളമാമി ചെയ്യുന്നത്. ഈ കമൻറ്റ് ചെയ്യുന്നവരുടെ അപ്പനെ വിളിക്കുക, നിൻ്റെ അപ്പനോட സുഖമല്ലേ, നിൻ്റെ അമ്മയ്ക്കോட സുഖമല്ലേ, വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പറയുക. അത് കോമളമാമിയുടെ ഒരു വീക്ക്നെസ് ആണ്, മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ട്. രേണുവിൻ്റെ വിഷയം മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ടീമുണ്ട്. ഒരു എന്താണ്, അനിൽ ചന്ദ് ഓച്ചിറ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പേര്. രേണുവിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്ത് ചെയ്യുക. എടോ താനൊക്കെ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരു സ്ത്രീയോട് ഒരു ചാനലിൽ ചോദ്യം ചോദിക്കുന്നവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി വട കഴിച്ചോ? ഉടനെ വയറിൽ തപ്പി നോക്കുകയാണ് ഒരു കമൻറ്റും പറഞ്ഞിട്ട്. അതേ ചോദ്യം ചോദിച്ചവൻ അടുത്ത ദിവസം വന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ്, ഇന്നലെ അങ്ങനെ ഒരു വിവാദം ഉണ്ടായാലോ, അതേക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. ഉളുപ്പുണ്ടോ, നാണമുണ്ടോ, മാനമുണ്ടോ? അവിടെ മറുപടി കൊടുക്കുകയാണ്. ആ മറുപടി ഒന്നും പറയാൻ ലജ്ജ തോന്നുകയാണ്. അമ്മാതിരി വെറുപ്പിക്കുന്ന മറുപടിയാണ് കൊടുത്തേക്കുന്നത്. എടോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ, കുട്ടികൾ കാണുന്നതല്ലേ? ഇന്നത്തെ കാലത്താണ് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത കുട്ടികളില്ല. 18 വയസ്സിന് മേലുള്ള ആർക്കും ഉണ്ട്. 18 വയസ്സൊന്നും വേണ്ട, 15 വയസ്സുള്ള ആൾക്കാർക്ക് പോലും ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അവരൊക്കെ കാണുന്നതല്ലേ ഇതൊക്കെ? വേണ്ട, നിങ്ങളുടെ മോൻ കിച്ചു കാണുന്നതല്ലേ? അവന് പോലും ഒന്നും തോന്നത്തില്ല ഇത് കാണുമ്പോൾ. അതോ എനിക്ക് മനസ്സിലാവാത്തത് കിച്ചുവിൻ്റെ അമ്മ തന്നെയാണോ നിങ്ങൾ? അല്ല, ഒരു അമ്മയോട് കാണിക്കുന്ന ഒരു ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് പറയാണ്, ഒരു മകനും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇമാതിരി പേക്കുത്ത് കാണിക്കുന്നത്. അവൻ പറഞ്ഞ് വിലക്കാൻ ശ്രമിക്കും, പക്ഷേ ഇത് ഒരു ഒന്നുമില്ല. കെട്ടഴിച്ച് വിട്ട പട്ടം പോലെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. വായി തോന്നിയ കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട്. ഉഫ്, സമ്മതിക്കാം. പിന്നെ ഇവർക്ക് ആണുങ്ങളോട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആക്രാന്താണ് ഇവർക്ക്. അത് എനിക്കെന്നല്ല, എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഇവർക്ക് ഈ ആണുങ്ങളുടെ കൂടെയുള്ള ഈ ചുറ്റലും എപ്പോൾ നോക്കിയാലും ഓരോ ആമ്പിള്ളേരുടെ കൂടെ. ഇവർക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ ഭാര്യമാരൊന്നും ഇല്ലേ? എങ്ങനെയൊക്കെയാണ് അഭിനയം കഴിഞ്ഞാൽ വീട്ടിൽ പോകുക? ഇത് അഭിനയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടിയിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ എന്താ പറയണേ, അങ്ങ് എന്നിട്ട് അതെടുത്ത് പബ്ലിക്കിൽ കാണിക്കും. എങ്കിൽ ഇവർ ചെയ്തോട്ടെ, നമ്മളെന്തിനാ കാണിക്കുന്നത്? ഇത് ചുമ്മാ പബ്ലിക്കിൽ കൊണ്ട് ഞാൻ ഇടുവാണ്, എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടും. ശരിക്കും മാന്യമായിട്ട് ജീവിക്കുന്ന ഓരോ അമ്മമാരും ഓരോ സ്ത്രീകളും പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ഈ ഒരു ലേഡി പറഞ്ഞേക്കുന്നത്. കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒരു പെർസെൻറ്റേജ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. കാര്യം ഇവരൊക്കെ എത്രയെന്ന് പറഞ്ഞാണ് ചാനൽ ബ്ലോക്ക് ചെയ്ത് വിടുക? എത്ര ചാനൽ ബ്ലോക്ക് ചെയ്യും? ഇപ്പോൾ രേണുവിൻ്റെ ചാനലാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നതെങ്കിൽ രേണുവിൻ്റെ ചാനൽ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. ഇതങ്ങനെ അല്ലല്ലോ. കണ്ട ഓൺലൈൻ മീഡിയയിൽ എല്ലാം വരുന്നുണ്ട്. എടുത്ത് ഒഴിവാക്കി വിട്ടാലും പിന്നെയും കയറി വരും. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഈ സ്ത്രീയുടെ വാക്കുകൾ എന്ന് പറയുന്നത് നാട്ടിലുള്ള മാന്യതയുള്ള, ഞാൻ എടുത്തു പറയുന്നു, മാന്യതയുള്ള ഓരോ അമ്മമാരും ഓരോ സ്ത്രീകളും പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യും. ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ കുറേ നാളുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. പക്ഷേ ചോദിക്കുമ്പോൾ എന്താ മറുപടി? നിങ്ങൾ എനിക്ക് ചിലവിന് വരുമോ? ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പോയി വല്ല ഭിക്ഷ എടുത്ത് ജീവിക്കും. ഇതിലും ഭേദം അതാണ്. ചിലവിന് നാട്ടുകാരോട് ചോദിക്കുന്നത്. തൻ്റെ തോന്നിയവാസങ്ങൾ താൻ അഭിനയിച്ച് ജീവിച്ചോ, കുഴപ്പമില്ല, അഭിനയിച്ചോളൂ, പ്രശ്നമില്ല. എന്തിനാ ഈ തോന്നിയവാസം കാണിക്കുന്നത്? ആവശ്യമില്ലാത്ത ബൈറ്റുകൾ എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ആങ്കർ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവൻ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം മാത്രം ചോദിക്കുക, അതിനുവേണ്ടി മാത്രം ഫ്രീഡം കൊടുക്കുക. അതല്ലാതെ എന്ത് തോന്നിയവാസം ചോദിച്ചു കഴിഞ്ഞാലും രേണുവിൻ്റെ കയ്യിൽ മറുപടിയുണ്ട്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. ഈ സ്ത്രീകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ. നിങ്ങൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു പെൺകുട്ടി പറഞ്ഞേക്കുന്നത് ഞങ്ങളിലൂടെ. ശരിക്കും ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും രേണുവിനെ കുറിച്ച് പറയുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് രേണുവിനോട് യാതൊരു ശത്രുതയില്ല. രേണു നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, പക്ഷെ നല്ലതൊന്നും ചെയ്യുന്നില്ല. ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത്
1-2 ആഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് മാന്യമായിട്ടൊക്കെ പെരുമാറി മാന്യമായിട്ടൊക്കെ സംസാരിച്ച് പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ശങ്കരൻ പിന്നെയും തെങ്ങിൽ തല്ലെന്ന് പറഞ്ഞ പോലെ രേണു പിന്നെയും പഴയ രേണു തന്നെയാണ്. അപ്പോൾ ഇനി അത് മാറ്റം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ഇത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ലൈംലൈറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വായിന്ന് ഇങ്ങനെയൊക്കെ വരുള്ളൂ, മാറത്തില്ല. ഇതിനിടയ്ക്ക് രേണുവിൻ്റെ ഒരു കൂട്ടുകാരി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ചു, മറ്റേ കൈ മറച്ചു പിടിച്ചു. വീഡിയോസ് അടുത്ത വീഡിയോ കണ്ടു, കാരണത്തിരുന്നിട്ട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. പാട്ടിന് താളം കൊടുക്കുന്നതിനൊപ്പം തന്നെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കണം. ഇങ്ങനെ നന്നായി എന്ന് പറഞ്ഞ ആളാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിവേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.